ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പ് ചേർത്തുള്ള ഒരു കറിയാണ്. ഒരു 50 ഗ്രാം കടലപ്പരിപ്പ് നമുക്ക് ഒരു 5-6 മണിക്കൂർ കുതിർത്ത ശേഷം പൊടിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ഒരു പകുതി തേങ്ങയിൽ നിന്നും പിഴിഞ്ഞെടുത്ത കട്ടി തേങ്ങാപ്പാലാണ്. പച്ചക്കറികൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, മത്തങ്ങ, ചേന, 1/4 ഭാഗം തക്കാളി, വാഴക്കായ് എന്നിവയാണ്. വാഴക്കായ് ഞാൻ ബജി വാഴക്കായാണ് എടുത്തിട്ടുള്ളത്. പച്ചക്കറികളൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. തക്കാളി 1/4 ഭാഗം മാത്രമേ എടുക്കാവൂ, പുളി അധികം വേണ്ട ഇതിന്. ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ജീരകമാണ്. ഒരു 5-6 പച്ചമുളക് കൂടി കീറിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നതല്ല, അതുകൊണ്ട് പച്ചമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു തവി കൊണ്ട് ഇതൊക്കെ കുറച്ചായിട്ട് ഉടച്ചു കൊടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ രീതിയിൽ കറി വെച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഇതിൽ ഏത് പച്ചക്കറികൾ ചേർത്തിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. കാരണം നമ്മളിത് നല്ലതുപോലെ ഉടച്ചാണ് എടുക്കുന്നത്. ഇതിലിപ്പോൾ ക്യാരറ്റ് മാത്രമാണ് കുറച്ച് ഉടഞ്ഞ് കിട്ടാനുള്ളത്. ബാക്കി എല്ലാ പച്ചക്കറികളും വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ്. പരിപ്പ് വേവിക്കുമ്പോൾ അധികം കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. പരിപ്പ് ഞാനിപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട്. ബാക്കി പരിപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയോടും കൂടി കഴിക്കാൻ പറ്റിയ ഒന്നാണ്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിനി ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കധികം വേവിക്കേണ്ട. 2 മിനിറ്റ് ഒന്ന് ചുറ്റി ഇളക്കിയ ശേഷം ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കറിക്ക് സൈഡ് ഡിഷായിട്ട് നമുക്ക് അച്ചാർ, പപ്പടം, മീൻ പൊരിച്ചതൊക്കെ വെച്ച് കഴിക്കാവുന്നതാണ്. നമുക്ക് കടുകാണ് താളിച്ചിടേണ്ടത്. എണ്ണയിൽ ഞാനിപ്പോൾ കടുക്, പിന്നെ ചേർത്തിട്ടുള്ളത് വറ്റൽമുളക്, ചതച്ച വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഒരു നുള്ള് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കടലപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.